ന്യൂസ് 16 കേരള. ന്യൂസ് 16 ചാനലിന്റെ ഉദയത്തിലും വളർച്ചയിലും സ്തുത്യർഹമായ സേവനങ്ങൾ നൽകിയ ഇന്നോളം മലപ്പുറം ഏരിയ റിപ്പോർട്ടറായി തുടരുന്ന മുസ്തഫ കൊടക്കാടൻ പൂക്കോട്ടൂർ പിന്നിട്ട വഴിയിലെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നു. നമുക്കൊപ്പമുള്ളത് നമ്മുടെ മലപ്പുറം റിപ്പോർട്ടർ മുസ്തഫ കൊടക്കാടനാണ്. അതേപോലെ തന്നെ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി ജില്ലാ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള മുസ്തഫ കൊടക്കാടാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ യാത്രയിൽ, ന്യൂസ് 60യോടൊപ്പമുള്ള യാത്രയിൽ? ഈ 6 വർഷത്തെ ന്യൂസ് 16 പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ ശുഭകരമാണ്. ഇനിയുള്ള വർഷങ്ങളിലും വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഈ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സെക്രട്ടറി എന്ന് പറഞ്ഞു. അതിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ കുട്ടികളെ വാർത്തെടുക്കുകയാണോ, അതുപോലെ ഒരുപാട് കുട്ടികളെ, കഴിവുള്ള കുട്ടികളെ പുറത്തേക്ക് എത്തിക്കുന്ന പ്രവണതയാണോ കാണിക്കുന്നത്? അതെ, ഒരുപാട് കലാകാരന്മാർക്ക് വളർന്നു വരാനുള്ള അവസരം, വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്കത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് വിവിധ മേഖലകളിൽ എത്തിക്കാനുള്ള നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോട്ടക്കൽ ഇതിൻ്റെ ഒരു മാപ്പിള കലാ സംഗീത പഠന കേന്ദ്രം തന്നെയുണ്ട്. മഞ്ചേരിയിലും അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. എന്നിരുന്നാലും ഒരുപാട് ആളുകൾക്ക് അവസരങ്ങളുണ്ടായി. പിന്നെ നല്ല ക്ലബ്ബ് പൂക്കോട്ടൂരിൽ ഇശൽ ഓർക്കസ്ട്ര ക്ലബ്ബ് എന്ന പേരിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഒരുപാട് കലാകാരന്മാർക്ക് പാടാനും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പഠിക്കുന്ന ആളുകൾക്ക് മഞ്ചേരി ആകാശവാണിയിലൊക്കെ പ്രോഗ്രാം, നിറക്കൂട്ട്, പാട്ടുപൊലിമ, എൻ്റെ ഗാനം എന്നുള്ള പ്രോഗ്രാം. ഈ ന്യൂസ് 16ൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ കലാപരിപാടികൾ വല്ലതും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മലപ്പുറം പൂക്കോട്ടൂർ എൻ്റെ നാട്ടിൽ ന്യൂസ് 16ൻ്റെ നേതൃത്വത്തിൽ ഒരു പാടാം നമുക്ക് പാടാം എന്നുള്ള ശീർഷകത്തിൽ ഒരു പാട്ട് മത്സരം സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളേറെ അഭൂതപൂർവമായ ഒരു ജനപങ്കാളിത്തവും വിജയവുമാണ് അന്നുണ്ടായത്. എനിക്ക് തോന്നുന്നത് ഒരു 100ഓളം കലാകാരന്മാർ ആ പരിപാടി മത്സരത്തിൽ പങ്കെടുക്കുകയും വിവിധ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് പിന്നീട് മഞ്ചേരി FM-ൽ വെച്ചിട്ട് ഈ കലാകാരന്മാർക്ക് അവസരം നൽകുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയപരമായി, സംഘടനാപരമായി, വർഗവർണ്ണ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഈ കലയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അതിനോടൊപ്പം ന്യൂസ് 16 ചാനലിൻ്റെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ന്യൂസ് 16 ചാനലിന് വേണ്ടി ക്യാമറമാൻ നബിൽ പരപ്പനങ്ങാടിക്കൊപ്പം മുഹമ്മദ് പരപ്പനങ്ങാടി. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.